കോട്ടയം ഏറ്റുമാനൂർ 101 കവലയിൽ പാറോലിക്കൽ വീട്ടിൽ ഷൈനിയും മക്കളും ട്രെയിനിന്റെ മുൻപിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിന്റെ ചുരുളുകൾ കൂടുതലായി അഴിയുകയാണ്. നമ്മളൊക്കെ സംശയിച്ചതുപോലെ തന്നെ ഭർത്താവായ നോബിയുടെ വളരെ കൃത്യമായ ഇടപെടലിൽ തന്നെയാണ് ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന വിവരമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഷൈനിയുടെയും പ്രതിയായ നോബിയുടെയും ഫോണുകൾ പോലീസ് പിടിച്ചെടുക്കുകയും അത് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിരുന്നു. ഷൈനി മരിക്കുന്നതിന്റെ തലേ ദിവസം നോബി തന്റെ ഫോണിൽ തന്നെ കോണ്ടാക്ട് ചെയ്യുകയും നീയും മക്കളും നിന്റെ വീട്ടിൽ തന്നെ നിന്നു, പക്ഷേ ഞാൻ നീ നാട്ടിലേക്ക് മടങ്ങി വരണമെങ്കിൽ നീയും നിന്റെ മക്കളും ചാകണം, എന്നെ ദ്രോഹിക്കാതെ നിനക്ക് നിന്റെ 2 മക്കൾക്കും പോയി ചത്തുകൂടെ എന്നൊക്കെയാണ് നോബി തന്റെ ഭാര്യയായ ഷൈനിയോട് അവസാനമായി പറഞ്ഞ വാക്കുകൾ. ഏറ്റുമാനൂർ പോലീസിനോട് കോടതി ഈ മരണത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ തിരക്കിയപ്പോൾ കോടതിയുടെ മുൻപിൽ പോലീസ് സമർപ്പിച്ച വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏറ്റുമാനൂരിൽ മക്കളെയും കൂട്ടി ഷൈനി ആത്മഹത്യ ചെയ്യാൻ കാരണം ഭർത്താവ് നോബി ലൂക്കോസ് പിന്തുടർന്ന് പീഡിപ്പിച്ചതാണെന്ന് പോലീസ് റിപ്പോർട്ട്. മരിക്കുന്നതിന്റെ തലേന്ന് നോബി ഷൈനിയുടെ ഫോണിൽ വിളിച്ച് മക്കളുമൊത്ത് മരിക്കാൻ ആവശ്യപ്പെട്ടു. നോബിയുടെ മാതാപിതാക്കളും ഷൈനിയെ തൊടുപുഴയിൽ വെച്ച് ദേഹോപദ്രവം ഏൽപ്പിച്ചുവെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. ഷൈനിയെയും 10-11 വയസ്സുള്ള പെൺമക്കളെയും മനഃപൂർവ്വം മരണത്തിലേക്ക് തള്ളിവിട്ടതാണ്. ഭർത്താവിന്റെ വീട്ടിലെ ഗാർഹിക പീഡനം സഹിക്കാതെ അവിടെ നിന്നിറങ്ങിയിട്ടും നോബി ലൂക്കോസ് ഷൈനിയെ പിന്തുടർന്ന് ഉപദ്രവിച്ചു. നിരന്തരം ഭീഷണിപ്പെടുത്തുകയും സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ ഷൈനിയും മക്കളും മരിക്കുന്നതിന്റെ തലേന്ന്, അതായത് ഫെബ്രുവരി 27 രാത്രി 10:30 ഷൈനിയുടെ ഫോണിലേക്ക് നോബി ലൂക്കോസ് വിളിച്ചു. ഫോൺ എടുത്തയുടൻ നോബി പറഞ്ഞത്, നീ നിന്റെ 2 മക്കളെയും വെച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നോടി, ഇനി ഞാൻ നാട്ടിലേക്ക് വരണമെങ്കിൽ നീയും നിന്റെ മക്കളും ചാകണം, എന്നെ ദ്രോഹിക്കാതെ നിനക്കും മക്കൾക്കും പോയി ചത്തുകൂടേടി എന്നാണ്. നോബിയുടെ ഈ വാക്കുകൾ ഷൈനിയെ മാനസികമായി തകർത്തു. ഇതിന്റെ മനോവിഷമത്തിലാണ് ഫെബ്രുവരി 28 പുലർച്ചെ 4:50 വീട്ടിൽ നിന്നിറങ്ങി ഷൈനിയും മക്കളും കോട്ടയം നിലമ്പൂർ എക്സ്പ്രസിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഫോൺ വിളിച്ചതും ഭീഷണിപ്പെടുത്തിയതും സംബന്ധിച്ച് നോബി ലൂക്കോസ് മൊഴി നൽകിയിട്ടുണ്ട്. ഭർത്താവിന്റെയും ഭർത്തൃവീട്ടുകാരുടെയും പീഡനങ്ങൾ സഹിച്ച് തളർന്ന ഷൈനി ഒടുവിൽ ആ വീട്ടിൽ നിന്നും ഒരു രാത്രിയിൽ അടിച്ചിറക്കപ്പെടുകയാണ്. തുടർന്ന് സ്വന്തം കാലിൽ നിൽക്കുവാനും കുഞ്ഞുങ്ങളെ വളർത്തുവാനും ശ്രമിച്ചിട്ട് അതിനുവേണ്ടി പല വഴികൾ മുട്ടി തളർന്ന ഷൈനി ഒടുവിൽ സ്വന്തം വീട്ടിൽ പോലും അവഗണനകൾ മാത്രം ഏറ്റുവാങ്ങി എന്ത് ചെയ്യുമെന്നറിയാതെ മടുത്തിരിക്കുമ്പോഴാണ് ഒടുവിൽ ഭർത്താവായ നോബിയുടെ ഫോൺ വിളി എത്തുന്നത്. സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും മരണത്തിന് ഉത്തരവാദി എന്ന നിലയിൽ വ്യക്തമായ തെളിവുകളാണ് കോടതിയുടെ മുൻപിൽ പോലീസ് നോബിക്കെതിരായി സമർപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് നോബിക്കെതിരെ ഇപ്പോൾ പോലീസ് ചുമത്തിയിരിക്കുന്നത്. പണവും സ്വാധീനവും ഉള്ളതുകൊണ്ട് സാക്ഷികളെ സ്വാധീനിക്കുവാനും തെളിവ് നശിപ്പിക്കുവാനും സാധ്യതയുണ്ട് എന്നും മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒരു കേസാകിയാൽ ഈ പ്രതിക്ക് ജാമ്യം നൽകിയാൽ സമൂഹത്തിന് നീതിന്യായ വ്യവസ്ഥയോട് തന്നെ അതൃപ്തിയും അവിശ്വാസവും തോന്നുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പോലീസ് കോടതിയെ ബോധ്യപ്പെടുത്തി. ഷൈനി തന്റെ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും അനുഭവിച്ച ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ നിസ്സാരമായിരുന്നില്ല എന്ന് ഷൈനിയുടെ മരണത്തിന് ശേഷം വെളിപ്പെട്ട പല ശബ്ദ സന്ദേശങ്ങളിലൂടെയും പല ദൃക്സാക്ഷികളുടെ വായ്മൊഴിയിലൂടെയും നമ്മൾ മനസ്സിലാക്കിയതാണ്. തന്റെ ഭർത്താവായ നോബിക്ക് പ്രതിമാസം 3 ലക്ഷത്തിലധികം രൂപയുടെ ശമ്പളം ഉണ്ടായിരുന്നുവെങ്കിലും ആ പണം ഒരിക്കലും ഷൈനിയുടെ അക്കൗണ്ടിലേക്ക് അയാൾ അയച്ചു കൊടുത്തിരുന്നില്ല. പകരം തന്റെ സഹോദരനായ പുരോഹിതന്റെ അക്കൗണ്ടിലായിരുന്നു അതെത്തിയിരുന്നത്. ഷൈനി ആ വീട്ടിലുണ്ടായിരുന്ന മുഴുവൻ ജോലികളും ചെയ്യുകയും അപ്പോൾ തന്നെ കൃഷിക്കാര്യങ്ങളും വളർത്തുമൃഗങ്ങളുടെ കാര്യങ്ങളും എല്ലാം ശ്രദ്ധിക്കുകയും കഠിനമായ ബുദ്ധിമുട്ടുകൾ കൂടി മുൻപോട്ട് പോവുകയും ചെയ്തിട്ടും തനിക്കും തന്റെ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയുള്ള പ്രതിദിന ചെലവിനു വേണ്ടി ജ്യേഷ്ഠനായ പാതിരിയുടെ മുൻപിൽ കുമ്പിടേണ്ട സാഹചര്യം അത് ഏറ്റവും അസഹനീയമായിരുന്നു. നോബിക്ക് പുറമെ അമ്മായിയപ്പന്റെയും അമ്മായിയമ്മയുടെയും ഈ പാതിരിയുടെയും നിരന്തരമായ ഭീഷണികൾക്കും അടിച്ചമർത്തലുകൾക്കും മുൻപിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വന്നതുകൊണ്ടാണ് ഷൈനി ഒടുവിൽ തന്റെ കുഞ്ഞുങ്ങളുമായി ഏറ്റുമാനൂരിലെ വീട്ടിലേക്ക് എത്തുന്നത്. അതും ആഗ്രഹിച്ചു പുറപ്പെട്ടു പോന്നതല്ല. ഒരു രാത്രിയിൽ നോബി ഷൈനിയെയും കുഞ്ഞുങ്ങളെയും തല്ലിയിറക്കി വിട്ടതാണ്. ഒരു വിവാഹം കഴിച്ചതിന്റെ പേരിൽ ശാരീരികമായും മാനസികമായും തകർക്കപ്പെടുകയും മറ്റുള്ളവരുടെ അവഗണനയ്ക്ക് പാത്രമായി തീരുകയും ഒപ്പം പോലീസ് സ്റ്റേഷനും കോടതിയും കയറിയിറങ്ങുകയും ചെയ്യേണ്ട ഗതികേടിലേക്ക് തള്ളപ്പെട്ട ഷൈനി എന്ന യുവതി ഒടുവിൽ തന്റെ ജീവിതം ആത്മഹത്യയിൽ അവസാനിപ്പിച്ചു. അവരുടെ മുൻപിൽ മറ്റു വഴികളില്ലായിരുന്നു. ജീവിക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഭർത്താവും സഹോദരനും ചേർന്ന് ഇല്ലാതെയാക്കി. ഈ കേസിനോടുള്ള ബന്ധത്തിൽ ഉന്നതമായ സ്വാധീനവും അധികാരവും ഒക്കെ ഉപയോഗിച്ച് നോബിയും കുടുംബവും രക്ഷപ്പെട്ട് പുറത്തുവരും എന്ന് വിശ്വസിക്കത്തക്ക രീതിയിലായിരുന്നു കാര്യങ്ങളൊക്കെ തുടക്കം മുതൽ മുൻപോട്ട് നീങ്ങിയതെങ്കിലും ഇപ്പോൾ പോലീസ് വളരെ കൃത്യമായ നിലപാടുകൾ അതിൽ സ്വീകരിച്ചതിനാൽ ഒരു കാരണവശാലും നോബി പുറത്തു വരുവാൻ പാടില്ല എന്ന് തന്നെ തെളിവുകൾ ഉൾപ്പെടെ കോടതിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നോബിയെ പോലീസ് പൂട്ടിയിരിക്കുകയാണ്. പക്ഷേ നോബിയെ പോലെ തന്നെ കുറ്റക്കാരാണ് നോബിയുടെ സഹോദരനായ പാതിരിയും നോബിയുടെ അമ്മയും. അവർക്കെതിരെ ഇതുവരെയും ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല. നിലവിൽ കേസന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ്. നോബി ലൂക്കോസ് മാത്രമാണ് പ്രതി. പക്ഷേ തൊടുപുഴ ചുങ്കത്തെ വീട്ടിൽ വെച്ച് നോബിയുടെ മാതാപിതാക്കളും ഷൈനിയെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തൽ. 2024 ജൂണിൽ ഷൈനി നൽകിയ ഗാർഹിക പീഡന കേസ് കൂടി കണക്കിലെടുത്ത് അന്വേഷണം മുന്നോട്ട് പോയാൽ ആത്മഹത്യാ പ്രേരണയിൽ കൂടുതൽ പ്രതികളുണ്ടാകും.
അമ്മായിയമ്മയുടെയും സഹോദരന്റെയും ഇടപെടലുകളെക്കുറിച്ച് സാക്ഷികളായ അനേകർ വളരെ വ്യക്തമായ മൊഴികൾ ഇതിനോടകം നൽകിയിട്ടും അവർക്കെതിരെ ഒരു നടപടിയും പോലീസ് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് ഇപ്പോഴും സമൂഹത്തിന് അസംതൃപ്തി ഉണ്ടാക്കുന്ന കാര്യമാണ്. ഷൈനിയെയും മക്കളെയും മരണത്തിലേക്ക് തള്ളിവിട്ടതിന് നോബിയെ പോലെ തന്നെ തന്റെ സഹോദരനായ ബോബി എന്ന പുരോഹിതനും പങ്കുണ്ട്. സാമൂഹ്യ സേവനത്തിനു വേണ്ടിയും ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടിയും തന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചു എന്ന് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് തിരുവസ്ത്രവും ധരിച്ച് ദൈവിക തിരുവെഴുത്തുകളുടെ കാവലാളായി ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയ, മനസാക്ഷി എന്നത് ലെവലേശമില്ലാത്ത, പുറമെ ദൈവത്തിന്റെ പ്രതിനിധിയെങ്കിലും അകമേ പിശാചിന് കുഴലൂത്തുകാരനായി നടക്കുന്ന നോബി എന്ന ഈ വെള്ളതേച്ച ശവക്കല്ലറയെ സമൂഹം ഇത്രയധികം അധിക്ഷേപിച്ചിട്ടും ഒറ്റപ്പെടുത്തിയിട്ടും അയാൾക്കെതിരെ ഒരു പ്രസ്താവന ഇറക്കുവാനോ അന്വേഷണം പ്രഖ്യാപിക്കുവാനോ നടപടികൾ കൈക്കൊള്ളുവാനോ സഭ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത. സഭയുടെ മൗനം കുറ്റകരമായ അനാസ്ഥ എന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ. എന്ത് നെറുകേട് കാണിച്ചാലും സഭയുടെ പ്രതിനിധിയായ പുരോഹിതന്മാരെ ഞങ്ങൾ സംരക്ഷിക്കും എന്ന് സഭ വീണ്ടും സമൂഹത്തിന്റെ മുൻപിൽ തെളിയിക്കുന്നതിലൂടെ ഞങ്ങളിപ്പോൾ ക്രിസ്തുവിന്റെ പ്രതിനിധികളല്ല, പണ്ടായിരുന്നു അങ്ങനെയൊക്കെ എന്നുള്ളൊരു വലിയ സന്ദേശം സമൂഹത്തിന് വ്യക്തമായി നൽകുകയാണ്. അതുകൊണ്ട് ഇത് നിയമവാഴ്ചയുള്ള നാടാകിയാൽ നീതിപീഠത്തിലേക്കും നിയമപാലകരിലേക്കുമാണ് ഇപ്പോൾ സമൂഹത്തിന്റെ ശ്രദ്ധ മുഴുവനും. ഷൈനിയും കുഞ്ഞുങ്ങളും മരണപ്പെടുവാൻ കാരണമായി തീർന്നതിന്റെ പിൻപിൽ ഒറ്റ ദിവസമുണ്ടായ ഒരു ഫോൺ കോൾ പ്രശ്നമല്ല, ദീർഘനാളുകളായിട്ടുള്ള ശാരീരികവും മാനസികവുമായ സംഘർഷങ്ങളാണ്. അതിൽ പങ്കാളികളായിട്ടുള്ള സകല ആൾക്കാരെയും നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരണം. ഭർത്തൃവീട്ടിൽ നിന്നും രക്ഷപ്പെട്ട് സ്വന്തം വീട്ടിലേക്ക് ഓടിയെത്തിയ ഷൈനിക്ക് സ്വന്തം വീട് തുടർന്നുള്ള നാളുകൾ കാരാഗ്രഹമായിട്ടാണ് തോന്നിയത്. അവിടെ ഒരു തടവുകാരിയെപ്പോലെയും ഭിക്ഷക്കാരിയെപ്പോലെയും ഒക്കെ തനിക്കും കുഞ്ഞുങ്ങൾക്കും കഴിയേണ്ടി വന്നു. ഷൈനിയുടെ സഹോദരങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. ഷൈനിക്കും കുഞ്ഞുങ്ങൾക്കും നീതി ലഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഷൈനിയെയും കുഞ്ഞുങ്ങളെയും സ്വന്തം മക്കളെയും സ്വന്തം സഹോദരിയെയും പോലെ ഒരു സമൂഹം മുഴുവൻ ഏറ്റെടുത്തിട്ടും സ്വന്തം സഹോദരങ്ങളെന്ന് പറയുന്നവർ കമാന്നൊരക്ഷരം ഇതുവരെ ഉരിയാടുവാൻ തയ്യാറായിട്ടില്ല. എന്നുവെച്ചാൽ ഈ സംഭവിച്ചതിലൊന്നും അവർക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല, ഒരു ഉത്തരവാദിത്തങ്ങളുമില്ല. അവരുടെ സ്വൈര ജീവിതത്തിന് ഹാനി വരാതിരിക്കുവാൻ വേണ്ടി ജസ്റ്റ് ഇവിടേക്ക് വന്നിട്ട് ഉടൻ തന്നെ അവർ തിരികെ അവരുടെ ജോലി സ്ഥലങ്ങളിലേക്ക് പറന്നു. ചുരുക്കത്തിൽ അവരൊക്കെ രക്ഷപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ നിയമവും നീതിപീഠവും ഒക്കെ നിങ്ങളെ കണ്ടില്ല എന്ന് കരുതി വിട്ടുകളഞ്ഞാലും സ്വന്തം സഹോദരിയും കുഞ്ഞുങ്ങളും ഒരു വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ 9 മാസക്കാലം ശ്വാസം മുട്ടി ജീവിക്കുമ്പോഴും അത് കണ്ടിട്ടും കാണാത്തവരെ പോലെയും കേട്ടിട്ടും കേൾക്കാത്തവരെ പോലെയും ജീവിച്ച നിങ്ങളോട് തീർച്ചയായിട്ടും കാലം കണക്ക് ചോദിച്ചിരിക്കും. എന്തായാലും നോബിക്കെതിരായിട്ടുള്ള പോലീസിന്റെ നിലപാടുകൾ ചുങ്കം നിവാസികൾക്കും ഏറ്റുമാനൂർ നിവാസികൾക്കും ഇപ്പോൾ വലിയ സന്തോഷമുളവാക്കുന്നതാണ്. അതെ, ഒടുവിൽ സമൂഹത്തിന്റെ പ്രതിഷേധങ്ങളുടെ മുമ്പിൽ ഷൈനിക്കും കുഞ്ഞുങ്ങൾക്കും നീതി ലഭിക്കുവാൻ മുഖാന്തരമായി മാറിയല്ലോ എന്നുള്ള സന്തോഷം. നോബിയെ പോലെയുള്ള നികൃഷ്ട ജന്മങ്ങൾ ഒരിക്കലും ഒരു പരിഷ്കൃത സമൂഹത്തിൽ ജീവിക്കുവാൻ അർഹതയുള്ളവരല്ല. അതുകൊണ്ട് തന്നെ മാതൃകാപരമായി അവരെ ശിക്ഷിക്കണമെന്നും ഈ കേസിൽ ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ ആൾക്കാരെയും നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം എന്നുമാണ് ഇപ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം ഇനി ഒരു ഷൈനി നമ്മുടെ സമൂഹത്തിൽ ഒരിക്കലും ഉണ്ടാവരുത്. ഇത്തരത്തിൽ മലിനമായ മനസ്സുകളുമായി ജീവിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈ കേസിൽ പോലീസും കോടതിയും സ്വീകരിക്കുന്ന സമീപനങ്ങളും പ്രതിയായവർക്ക് ലഭിക്കുന്ന ശിക്ഷയും വളരെ വ്യക്തമായൊരു സന്ദേശം തന്നെയായി മാറണം.